ഞാൻ വേറെ വണ്ടിയാ ഞാൻ ടക്കയുടെ വണ്ടിയില്ല ഇങ്ങോട്ടാ ഞാൻ റേഡിയോ ഒന്നില്ലാവട്ടെ. ഹലോ ഞാൻ എന്റെ സൈഡ് ഒന്ന് പറയട്ടെ മാക്കെ. ഓക്കെ, എന്റെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വണ്ടിക്കകത്തിരിക്കുകയാണ് ഗ്യാങ് വണ്ടിയിൽ MRCയുടെ. അപ്പൊ ഞാനും മാൽപ്രോയും ഫാൽക്കണിന്റെ ഗേൾ ഫ്രണ്ടായിട്ട് വണ്ടിക്കകത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ ടക്കായി TJയില് ആരായിട്ട് എന്തോ TJയിൽ ആരോ എനിക്ക് ഒന്ന് പേരാണ് അങ്ങോട്ട് ചോദിച്ചു. അപ്പം ടക്കായി പറഞ്ഞു പറയാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അടുത്ത കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ പേടിയായിരിക്കും എന്ന് പറഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ടോ? അപ്പൊ ഡ്രേക്ക് ഉണ്ടോ? ഡ്രേക്ക് ഇവിടെ ഉണ്ടെങ്കിൽ പുള്ളി വിളിച്ചതിന് പുള്ളിക്ക് മനസ്സിലാവില്ല. അപ്പൊ അടുത്ത കോളെന്ന് പറഞ്ഞാൽ ചിലപ്പോ പേര് പറയാൻ പേടിയായോണ്ടായിരിക്കും ചോദിച്ചു പറഞ്ഞു. പേര് പറയാൻ പോലും ഇതില്ലെങ്കിൽ മോക്കിയെന്ന രീതി പറഞ്ഞു. അപ്പൊ ഞാനപ്പം വണ്ടിക്കകത്ത് ഇരിക്കുകയാണ് ജോസുട്ടി. ആളാന്ന് അറിഞ്ഞിട്ടും അങ്ങനെ പറഞ്ഞത് ഓൾറെഡി 2 മിനിറ്റ് മുമ്പ് ഞാൻ സംസാരിച്ചിട്ട് പോയതേ ഉള്ളൂ ബ്രേക്കിന്റെ അടുത്ത്. 2 മിനിറ്റ് ഇത് ഞാനിപ്പോ സെയിം കണ്ടതാണ്. ടെക്കായി എടുത്ത് ആദ്യം പേര് ചോദിച്ചപ്പോ ആളോട് പറഞ്ഞില്ല. പിന്നെ എന്തോ ഒരു സാധനത്തിൽ അത് റിയാക്ട് ചെയ്യാൻ പോയി. പേര് പറയാൻ താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞു ടെക്കായി. അതാ അവൻ മര്യാദക്കല്ലേ പറഞ്ഞത്, അവ അല്ല ദേഷ്യപ്പെട്ടല്ല പറഞ്ഞത്, മര്യാദക്കാണ് പറഞ്ഞത്. അതെനിക്കറിയാം ബ്രോ. ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇപ്പൊ MR സെറ്റ് ആകുമ്പോൾ നമ്മൾ ബേസിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമില്ലാത്ത കണക്ഷൻ വെച്ചാണ് പോകുന്നത്. അപ്പൊ ഒരു ഗാങ് ഡ്രസ് നമ്മുടെ ഇപ്പൊ ഈവൻ ടീച്ചറെ ഗാങ് ഡ്രസ് ആണെന്നുള്ളത് അങ്ങനെ ഒരു രീതിയിൽ ഞാൻ വേറെ ജോസൂട്ടി. അപ്പൊ അത് ഓരോരുത്തരുടെ മൂഡാണ്. ഇപ്പൊ ജോസൂട്ടി ഇപ്പൊ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ജോസൂട്ടി എടുത്ത് ഒരുത്തൻ പേര് വന്ന് ചോദിച്ചു. അപ്പൊ എല്ലാത്തർക്കും ഓരോരുത്തരുടെ മൂഡാണ്, മനസ്സിലായില്ല. അപ്പൊ അവ ആ സമയത്ത് അങ്ങനെ ഇരുന്നോണ്ടാണ് അവ അങ്ങനെ സംസാരിച്ചത്. അപ്പൊ അതിന് അപ്പൊ ഓൾറെഡി അവൻ സിറ്റുവേഷനിലൊക്കെയാണ്. അപ്പൊ ട്രിഗേർഡിലായിട്ട് നിൽക്കുന്ന ഒരു പ്ലെയറിന്റെ അടുത്ത് വന്നിട്ട് പേര് ചോദിക്കുമ്പോ അവൻ അങ്ങനെ പറയത്തുള്ളൂ. അതിപ്പോ അവന്റെ സൈഡിൽ നിന്നുള്ള എന്തെങ്കിലും ഈ പേര് ചോദിക്കുന്ന ഓക്കെ, അത് ശരി പറഞ്ഞില്ല സമ്മതിക്കുക. അത് കഴിഞ്ഞിട്ട് നീ വണ്ടി എടുത്ത് വിട്ടോളാം എന്തിനാണ് പറയണത്? എടാ നീ അല്ലല്ല എന്റെ ഒരു ചോദ്യം അല്ലല്ല പേടിയാണ് അല്ലല്ല വെയിറ്റ് ഒരു ജോസൂട്ടി അതിന് മുമ്പ് ഇടയ്ക്ക് അല്ലല്ല ജോസൂട്ടി അതിന് ഇടയ്ക്ക് അല്ല ഈ രീതിയിലാണെങ്കിൽ ഏത് രീതിയിലാണെങ്കിൽ എനിക്ക് നേരെ സംസാരിക്കാൻ അറിയാം, മനസ്സിലായില്ലേ? എനിക്കാണെങ്കിൽ എനിക്ക് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ അറിയാം ബ്രോ, മനസ്സിലായില്ലേ? എനിക്ക് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ അറിയാം, ദേഷ്യപ്പെടാതെ സംസാരിക്കാൻ അറിയാം. പിന്നെ അതല്ല ഞാൻ അവനോടാ പറഞ്ഞത്. ഞാൻ മര്യാദക്കല്ലേ സംസാരിച്ചത്. അവൻ വന്നിട്ട് ഇങ്ങനെയൊന്നും അല്ല സംസാരിച്ചെന്ന് പറഞ്ഞു. അല്ലല്ല ജോസൂട്ടി ഇതിന്റെ ഇടയ്ക്ക് ഇതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ട്. ഞാൻ ആ വണ്ടി എടുത്ത് വിട്ടോന്ന് പറയുന്നതിന്റെ ഇടയ്ക്ക് അവൻ ഇങ്ങോട്ട് പറഞ്ഞായിരുന്നു എന്താ നിങ്ങൾക്ക് പേടിയാണോ, പേര് പറയാൻ പേടിയാണോ? അതെന്താ വിഴുങ്ങിയോ? അതുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു പറഞ്ഞ പേര് പറയാൻ നീ എന്താ പറഞ്ഞ? ഞാൻ പേര് പറയാൻ താല്പര്യമില്ല. പേര് പറയാൻ താല്പര്യമില്ല. പിന്നെ എന്തോന്നാണ് ഞാൻ ചോദിച്ചത്? എന്തോന്നാണ് ചോദിച്ചത്? അല്ല പേരിന് വേറെ ഞാൻ പറഞ്ഞു. എന്നാ പിന്നെ നമ്മള് പറഞ്ഞത് വണ്ടി എടുത്ത് വിട്ടോ. ആ മര്യാദ വിട്ടോന്ന് പറഞ്ഞ നീ ഇങ്ങനെ അല്ല കേട്ടാ. ഞാനാ പറഞ്ഞത് ബ്രോ. എടാ അതിന്റെ ഇടയിൽ കൂടെ വേറൊരു മൊണ്ണകള് പിടിക്കാൻ, അത് മൈൻഡ് ആക്കണ്ട കേട്ടോ ആരും. അല്ല ജോസൂട്ടി, ഞാനിത് ഓൾറെഡി കൊമ്പന്റെ അടുത്ത് പറഞ്ഞാണ്. നമ്മളെ അവരുടെ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമില്ല. ഞാൻ ഒരു 2 മിനിറ്റ് ഡ്രൈക്ക് സംസാരിച്ചിട്ടാണ് കത്തിപ്പോയത്. എനിക്കും അതാ പറയുള്ളൂ. ഞാൻ പറയട്ടെ, നീ എപ്പോഴും നീ ഒരേ സ്വഭാവമല്ല നീ വെക്കുന്നത് നമ്മളോട്, മനസ്സിലായ? എന്റെ പൊന്നളിയ അല്ല ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അല്ല വെയിറ്റ് ഒരു സെക്കൻഡ് ഞാൻ ചോദിച്ചോട്ടെ. ജോസൂട്ടി ഇപ്പൊ ഇവിടെ നിൽക്കുകയല്ലേ, ഗ്യാങ്ങിന്റെ ലീഡർ അല്ലേ? അപ്പൊ ജോസൂട്ടിയുടെ ഗ്യാങ്ങിലെ മെമ്പർ എന്നോട് പറഞ്ഞു നിന്നെയൊക്കെ കാണിച്ചു തരാം, നീയൊക്കെ താങ്ങി വരുന്നത്, നീയൊക്കെ വൈകിട്ടാവുമ്പോ വന്ന് സോറി പറയാൻ താങ്ങൂന്നൊക്കെ. അതെന്താണെന്ന് ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല.
താങ്ങി വരുമെന്നാ. നിങ്ങളൊക്കെ താങ്ങികളല്ലേ? അതൊക്കെ എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മളതായോണ്ട് അത്രയും വൾഗറായോണ്ടാണ് അവനെ വിട്ടത്. കാരണം വൾഗറാക്കാൻ താല്പര്യമില്ല. വൾഗറായിട്ട് വിട്ടിട്ട് നീ ഗ്യാങ് ഹൗസ് ഇട്ട് ഇടിച്ചില്ലടാ. എടാ അല്ലല്ല ബ്രോ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. കളിക്കാൻ വന്നേക്കുന്നത് എടാ എനിക്ക് അതങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. നമുക്ക് മാക്കെ ഇത് ഇവിടെ ഇട്ടങ്ങ് തീർക്കട്ടെ. എടാ വാണിംഗ് ഫയർ കൊടുത്ത് അടിക്കാൻ കണക്കുന്ന ഫാൽക്ക മേളിൽ കയറി അടിച്ചോ. എന്റെ കോള അടിച്ചോ എല്ലാരും അടി ഇവിടെ ഇട്ടടി. കവറെടുത്തടിക്കേ പണിക്കണ്ട ഇത് അല്ല അമ്പി അല്ലല്ല ഈ മേലെ അമ്പിന്ന് വിളിക്കലെന്ന് പറഞ്ഞത്. അവൻ മര്യാദയ്ക്ക് സംസാരിക്കാൻ അവന്റെ അമ്പിയും കുമ്പിയും വിളിക്കാൻ വരുന്ന അവന്റെ അമ്പി വിളി. എടാ സംസാരിച്ചേ മര്യാദയ്ക്ക് എന്നെ അവൻ വന്ന് നീ കൂടുതൽ അമ്പി കളിക്കില്ലേ എന്റെ അടുത്ത്? അത് മറ്റേ ആ ഡ്രേക്കാ അവന്റെ പേരെന്തോ ആ ഓസ്റ്റേജ് വിട്ടാൻ തന്നെ അവനെ എടുത്തോ. എടാ ഇതെന്തോ ലിഫ്റ്റ് അപ്പ് ആണോ ഡ്രാഗ് ആണോ ചെയ്യണ്ടേ? ഡ്രാഗാ ഇതെങ്ങനെയാ കയ്യിന്ന് പോകുന്നില്ലല്ലോ, എങ്ങനെ കളയുന്നേ? ഹലോ അമ്മ ദാ വന്ന് ഞാനൊന്ന് പോയി ചായ എടുത്തിട്ട് വരട്ടെ, അല്ലെങ്കിൽ തണുത്തു പോകുന്നു. ഇവനെ ഇറക്കി അല്ലല്ല അമ്പീന്ന് അല്ലല്ല സംസാരം അല്ലല്ല നമ്മള് മാന്യമായിട്ടാണെങ്കിൽ ഞാൻ ഇത്ര നേരം മാന്യമായിട്ട് സംസാരിച്ചില്ലേ ജോസ്? അല്ല ഞാൻ ജോസൂട്ടിനെ മര്യാദയ്ക്ക് മാറ്റി നിർത്തിയിട്ട് ജോസൂട്ടി അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുക മര്യാദക്ക്. നിന്റെ ടോൺ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, അപ്പൊ ഇപ്പൊ എന്താണ്? ഒരു പ്രശ്നമില്ല, അവനാ വന്ന് കുറച്ചത്. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞാണ് കൊമ്പന്റെ അടുത്ത് ആദ്യമേ. ഇവരെ വിട്ടേ അലക്സ എന്നെ ഒന്ന് ഹോൾഡ് ചെയ്താടാ അലക്സ ഒരു മിനിറ്റ്.